ട്രംപിന് ഒരു മുഴം മുൻപേ എറിഞ്ഞ് ഇറാൻ. കരാർ പ്രകാരം യുറേനിയം നശിപ്പിക്കാൻ ട്രംപ് ആവശ്യപ്പെടുമെന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണവ സമുച്ചയത്തിലെ പ്രധാന തുരങ്കങ്ങൾ ഇടിച്ചു വീഴ്ത്തിയും അകത്തേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ കുഴിബോംബുകൾ സ്ഥാപിച്ചും ഇറാന്റെ മുന്നൊരുക്കം തുടരുകയാണ്. ഭൂഗർഭാണവ നിലയങ്ങളിൽ വളരെ സുരക്ഷിതമായി ഇറാൻ സൂക്ഷിച്ചിരിക്കുന്ന 400 കിലോഗ്രാം യുറേനിയം നശിപ്പിക്കാൻ സമാധാന കരാറിലൂടെ ഇറാൻ തയ്യാറാകുമോ? രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ വീര്യം കുറച്ച് നശിപ്പിക്കുക എന്ന നിർദ്ദേശം ഇറാൻ എങ്ങനെ സ്വീകരിക്കും? ആദ്യഘട്ട നടപടി പ്രകാരം ഇറാന്റെ മരവിപ്പിച്ച $1200 കോടി ആസ്തികൾ ഉടനടി വിട്ടു നൽകും. സൈനിക ഉപരോധം നീക്കും. ഹോർമോസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്ത് കപ്പലുകൾക്കായി തുറന്നുകൊടുക്കും. ഇതാണ് അടുത്ത 60 ദിവസങ്ങൾക്കുള്ളിൽ $2400 കോടി ഫണ്ട് റിലീസ് ചെയ്യും. ഇറാനിലെ ഇസ്ഫഹാനിൽ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങൾക്ക് പക്ഷെ കനത്ത തിരിച്ചടിയാവുകയാണ് ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ. ആണവ സമുച്ചയത്തിലെ പ്രധാന തുരങ്കങ്ങൾ ഇറാൻ ഇടിച്ചു വീഴ്ത്തുന്നു. അകത്തേക്കുള്ള പ്രവേശന കവാടങ്ങളിൽ കുഴി ബോംബുകൾ സ്ഥാപിക്കുന്നു. ഇറാൻ കടുത്ത പ്രതിരോധം തീർക്കുകയാണ്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരത്തിന്റെ ഭാവിയാണ് ഇറാൻ ഇവിടെ സുരക്ഷിതമാക്കുന്നത്. പരിശോധനകൾക്കായി യുറേനിയം മുഴുവൻ ഒരിടത്തേക്ക് കൊണ്ടുവരണം എന്ന ചർച്ചകൾ അമേരിക്ക ആവശ്യപ്പെട്ടാൽ തുരങ്കങ്ങൾ തകർന്നതിനാൽ പല ഭാഗങ്ങളിലുമുള്ള ആണവസ്തുക്കൾ പുറത്തെടുക്കാൻ സാധ്യമില്ല എന്ന വാദവും ഇറാൻ ഉന്നയിച്ചേക്കും. US രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ചാണ് ശനിയാഴ്ച നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. ഇതോടെ ഇസ്ഫഹാനിലെ തുരങ്കങ്ങൾക്കുള്ളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ഇറാന്റെ യുറേനിയം ശേഖരം വീണ്ടെടുക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമായി മാറിയിരിക്കുകയാണ്. എണ്ണ വിൽക്കാൻ താൽക്കാലിക അനുമതി നൽകും എന്നതാണ് മറ്റൊരു കരാർ. ആണവായുധങ്ങൾ വികസിപ്പിക്കില്ല എന്ന ഉറപ്പ് നൽകണം. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം. ഇതാണ് പ്രധാന നിർദ്ദേശങ്ങൾ. സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായി നശിപ്പിക്കുകയോ US കൈമാറുകയോ വേണം എന്നാണ് നിർദ്ദേശം. എന്നാൽ ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയം വിട്ടു നൽകില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ നിലവിൽ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമായത്ര ശുദ്ധിയുള്ള 400 കിലോഗ്രാമിലധികം യുറേനിയം കൈവശം വെച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇത് ഭൂഗർഭാണവ നിലയങ്ങളിൽ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു രാജ്യത്ത് വൈദ്യുതി ഉണ്ടാക്കാൻ വെറും 3 മുതൽ 5% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാത്രം മതിയാകും. എന്നാൽ ഇറാന്റെ പക്കലുള്ളത് 60% വരെ സമ്പുഷ്ടീകരിച്ച മാരക യുറേനിയമാണ്. ഒരു ആറ്റം ഉണ്ടാക്കാൻ 90% സമ്പുഷ്ടീകരണമാണ് വേണ്ടത്. നിലവിലുള്ള ഈ 440 കിലോ ശേഖരത്തെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആയുധ നിലവാരത്തിലേക്ക് മാറ്റാൻ ഇറാന് സാധിക്കും. ഇത് വെച്ച് 10 ആണവായുധങ്ങളെങ്കിലും ഇറാന് നിർമ്മിക്കാൻ സാധിക്കും എന്നാണ് അന്താരാഷ്ട്ര ആണവ വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. ഇത് തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഒരുപോലെ ഭയപ്പെടുത്തുന്നത്. യുറേനിയത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും യുറേനിയത്തിന്റെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല. ഇസ്ഫഹാനിലെ തുരങ്കങ്ങളിൽ 200 കിലോയോളം യുറേനിയം ഉണ്ട് എന്ന് കരുതപ്പെടുന്നുണ്ട് എങ്കിലും ബാക്കി എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുറേനിയം എളുപ്പത്തിൽ ഒളിപ്പിക്കാനും കടത്താനും കഴിയും എന്നതിനാൽ സൈനിക നടപടികൾ കൊണ്ട് മാത്രം ഇത് ഇല്ലാതാക്കാൻ കഴിയില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കരാർ നിലവിൽ വരാൻ പ്രധാനമായി 3 നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. യുറേനിയം അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുക, ആയുധമാക്കാൻ കഴിയാത്ത വിധം യുറേനിയത്തിന്റെ തീവ്രത കുറയ്ക്കുക, ഇറാനിൽ തന്നെ കർശനമായ അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ നിലനിർത്തുക എന്ന സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഇതിൽ 3ാമത്തെ ഓപ്ഷനോടാണ് ഇറാനും താല്പര്യം. എന്നാൽ ഇറാനിൽ വെച്ച് തന്നെയാണെങ്കിലും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെയോ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളുടെയോ സാന്നിധ്യത്തിലോ മേൽനോട്ടത്തിലോ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കാനാണ് US താല്പര്യം. ഇതിലൂടെ ഇറാന്റെ ആണവായുധ മോഹങ്ങളെ പതിറ്റാണ്ടോളം പിന്നിലാക്കാൻ US കരുതുന്നു. യുറേനിയത്തിന്റെ പേരിലുള്ള അമേരിക്കയുടെ സുരക്ഷാ ആശങ്കകളും ഇറാന്റെ അവകാശവാദങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കപ്പെടണം. എങ്കിൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നത് ഉറപ്പ്. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.